പ്രിയമുള്ളവരെ, വചനജ്വാല 1294 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മാർച്ച് 17 തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്ന് വലിയ നോമ്പ് 15-ാം ദിവസത്തിലേക്കും വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ വണക്കമാസം 17-ാം ദിവസത്തിലേക്കും പ്രവേശിക്കുന്നു. ഇന്നത്തെ വചനം സങ്കീർത്തനങ്ങൾ 66 1 മുതൽ 20 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. കർത്താവിനെ സ്തുതിക്കുവിൻ. ഗായക സംഘ നേതാവിനെ ഒരു ഗീതം. സങ്കീർത്തനം. കർത്താവിനെ സ്തുതിക്കുവിൻ. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിനെ ആർപ്പു വിളിക്കുവിൻ. അവിടുത്തെ നാമത്തിന്റെ മഹത്വം പ്രകീർത്തിക്കുവിൻ. സ്തുതികളാൽ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. അവിടുത്തെ പ്രവൃത്തികൾ എത്ര ഭീതിജനകം. അങ്ങയുടെ ശക്തിപ്രഭാവത്താൽ ശത്രുക്കൾ അങ്ങേക്ക് കീഴടങ്ങും. ഭൂവാസികൾ മുഴുവൻ അവിടുത്തെ ആരാധിക്കുന്നു. അവർ അങ്ങയെ പാടിപ്പുകഴ്ത്തുന്നു. അങ്ങയുടെ നാമത്തിന് സ്തോത്രം ആലപിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തികൾ വന്നു കാണുവിൻ. മനുഷ്യരുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ ഭീതിജനകമാണ്. അവിടുന്ന് സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി. അവർ അതിലൂടെ നടന്നു നീങ്ങി. അവിടെ നമ്മൾ ദൈവത്തിൽ സന്തോഷിച്ചു. അവിടുന്ന് തന്റെ ശക്തിയിൽ എന്നേക്കും വാഴും. അവിടുന്ന് ജനതകളെ നിരീക്ഷിക്കുന്നു. കലഹപ്രിയർ അഹങ്കരിക്കാതിരിക്കട്ടെ. ജനതകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. അവിടുത്തെ സ്തുതിക്കുന്ന സ്വരം ഉയരട്ടെ. അവിടുന്ന് നമ്മുടെ ജീവൻ കാത്തുപാലിക്കുന്നു. നമ്മുടെ കാലിടറാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. ദൈവമേ, അങ്ങ് ഞങ്ങളെ പരീക്ഷിച്ചറിഞ്ഞു. ഞങ്ങളെ വെള്ളി എന്ന പോലെ അങ്ങ് പരിശോധിച്ചു. അവിടുന്ന് ഞങ്ങളെ വലയിൽ കുടുക്കി. ശത്രുക്കളുടെ മേൽ വലിയ ഭാരം ചുമത്തി. ശത്രുക്കൾ ഞങ്ങളെ ചവിട്ടി മെതിക്കാൻ അങ്ങ് ഇടയാക്കി. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. എങ്കിലും അങ്ങ് ഞങ്ങളെ വിശാല ഭൂമിയിൽ കൊണ്ടുവന്നു. ദഹനബലിയുമായി ഞാൻ അങ്ങയുടെ ആലയത്തിൽ വരും. അങ്ങയോടുള്ള എൻ്റെ നേർച്ചകൾ ഞാൻ നിറവേറ്റും. കഷ്ടതയിലായിരുന്നപ്പോൾ എൻ്റെ നാവ് കൊണ്ട് നേർന്നതാണ് അവ. കൊഴുത്ത മൃഗങ്ങളെ ദഹനബലിയായി ഞാൻ അങ്ങേക്ക് അർപ്പിക്കും. മുട്ടാടുകളുടെ ബലിയുടെ ധൂമം ഉയരും. കാളകളുടെയും ആടുകളുടെയും ഞാൻ കാഴ്ചയർപ്പിക്കും. ദൈവഭക്തരെ വന്നു കേൾക്കുവിൻ. അവിടുന്ന് എനിക്ക് വേണ്ടി ചെയ്തതെല്ലാം ഞാൻ വിവരിക്കാം. അവിടത്തോട് ഉച്ചത്തിൽ ഞാൻ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ നാവ് കൊണ്ട് ഞാൻ അവിടുത്തെ പുകഴ്ത്തി. എൻ്റെ ഹൃദയത്തിൽ ദുഷ്ടത കൂടിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കുമായിരുന്നില്ല. എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു. ദൈവം വാഴ്ത്തപ്പെടട്ടെ. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല. അവിടുത്തെ കാരുണ്യം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞില്ല. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയരെ, ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ മെത്രാനായിരുന്ന വിശുദ്ധ പാട്രിക്കിനെ അനുസ്മരിക്കുന്ന ദിവസമാണ്. അയർലൻഡിന്റെ അപ്പസ്തോലനും ആർമാഗിലെ ആദ്യത്തെ ബിഷപ്പുമായ പാട്രിക്ക് സ്കോട്ട്ലൻഡിൽ ഒരു കെൽട്ടോ റോമൻ കുടുംബത്തിൽ ജനിച്ചു. ടൂർസിലെ വിശുദ്ധ മാർട്ടിന്റെ സഹോദരപുത്രി കോഞ്ചയോ ആയിരുന്നു അമ്മ. 16 വയസ്സുള്ളപ്പോൾ കാട്ടുജാതിക്കാർ അവനെ അയർലൻഡിൽ കൊണ്ടുപോയി അടിമയായി വിറ്റു. 6 മാസം അങ്ങനെ അടിമയായി ആടുകളെ നോക്കി അർദ്ധപ്പട്ടിണിയിൽ കിടന്നു. തന്നിമിത്തം ദൈവൈക്യത്തിൽ ചെലവഴിക്കാൻ അവന് സാധിച്ചു.
അടിമത്തത്തിൽ നിന്ന് മോചിതനായപ്പോൾ സ്വന്തം നാട്ടിലേക്കുള്ള കപ്പൽക്കാർ കൂലി കൂടാതെ പാട്രിക്കിനെ കൊണ്ടുപോയി. കപ്പൽ ഇറങ്ങിയതിനു ശേഷം സ്വഭവനത്തിലെത്താൻ 29 ദിവസം വേണ്ടി വന്നു. പാട്രിക്കിന്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുകയും മാർഗമധ്യേ പാട്രിക്കിനും കൂട്ടുകാർക്കും മുടങ്ങാതെ ഭക്ഷണം ലഭിക്കുകയും ചെയ്തു. 6 വർഷം കഴിഞ്ഞ് പാട്രിക് ഫ്രാൻസിലും ഇറ്റലിയിലും മറ്റും യാത്ര ചെയ്തു. ഫ്രഞ്ച് തീരത്തുള്ള ലെറിൻസിൽ അദ്ദേഹം കുറെ കാലം പഠനം നടത്തി. ഓക്സേർ എന്ന പ്രദേശത്ത് 15 വർഷം ചെലവഴിച്ചു. 43-ാമത്തെ വയസ്സിൽ അദ്ദേഹം മെത്രാനായി അഭിഷേചിക്കപ്പെട്ടു. ഒരു സ്വപ്നത്തിൽ ഐറിഷ് ബാലികാബാലകന്മാർ തന്റെ നേർക്ക് കൈനീട്ടിയിരിക്കുന്നതായി അദ്ദേഹം കണ്ടു. അയർലൻഡിൽ മിഷൻ വേല ചെയ്യാനുള്ള ഒരു ക്ഷണമായി പാട്രിക് ഈ സ്വപ്നം വ്യാഖ്യാനിച്ചു. എരിയുന്ന തീഷ്ണതയോടെ പാട്രിക് അയർലൻഡിന്റെ എല്ലാ മുക്കിലും മൂലയിലും എത്തി അനേകരെ മാനസാന്തരപ്പെടുത്തി. ആവശ്യം പോലെ പുരോഹിതരെ നിയമിച്ചു. കന്യകകളെ ദൈവത്തിന് പ്രതിഷ്ഠിച്ചു. അങ്ങനെ ഐറിഷ് സഭ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ നാമമാത്ര ക്രിസ്ത്യാനിയായിരുന്ന കൊറോട്ടിക് രാജാവ് പല ക്രൈസ്തവരെയും വധിച്ചു. പലരെയും അടിമകളായി വിറ്റു. ഭാവിയും അജ്ഞനുമായ പാട്രിക് എന്ന് സ്വയം സംബോധന ചെയ്തുകൊണ്ട് കൊറട്ടോറിന് എഴുതിയ കത്ത് തന്റെ ആളുകളോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ആർദ്രമായ സ്നേഹത്തെ സ്പഷ്ടമാക്കുന്ന ഒന്നായിരുന്നു. 433 ഉയർപ്പ് ഞായറാഴ്ച ഷാംറോക്ക് മരത്തിന്റെ ത്രിതല പത്രം ഉപയോഗിച്ച് പരിശുദ്ധ തൃത്വത്തെപ്പറ്റി പ്രസംഗിക്കുകയും രാജസഹോദരൻ കൊണാൾ മാനസാന്തരപ്പെടുകയും ചെയ്തു. അതോടെ അയർലൻഡിന്റെ മാനസാന്തരം ത്വരിതപ്പെട്ടു. ഡൂയിസ് എന്ന ഒരു കൂട്ടർ അദ്ദേഹത്തെ വളരെയേറെ മർദ്ദിച്ചിരുന്നു. 12-ലധികം പ്രാവശ്യം അദ്ദേഹത്തെയും അനുയായികളെയും ജയിലിലടയ്ക്കുകയും വധിക്കാൻ ഉദ്യമിക്കുകയും ചെയ്യുകയുണ്ടായെങ്കിലും ദൈവാനുഗ്രഹത്താൽ അദ്ദേഹം എപ്പോഴും രക്ഷപ്പെട്ടു. വിശുദ്ധ പാട്രിക് അയർലൻഡിന്റെ മധ്യസ്ഥനാണ്. അദ്ദേഹത്തിന്റെ തിരുനാൾ ദേശീയോത്സവവുമാണ്. വിശുദ്ധ പാട്രിക്കിന്റെ മധ്യസ്ഥത്താൽ അയർലൻഡിന്റെ വിശ്വാസം ആദിമ ശതാബ്ദത്തിലെ പോലെ ഇന്നും സജീവമാണ്. ഏത് ഭൗതിക നാശത്തെക്കാളും ഉപരിയായി വിശ്വാസത്തിൽ നിന്നുള്ള തുച്ഛമായ വ്യതിയാനത്തെ ഭയപ്പെടാൻ വേണ്ട അനുഗ്രഹം വാങ്ങിത്തരാൻ വിശുദ്ധ പാട്രിക്കിനോട് നമുക്കും അപേക്ഷിക്കാം. വിശുദ്ധ പാട്രിക്കിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.